ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സീറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് കുനാഫ ബാറില്ലേ. അപ്പോൾ അതിന് നല്ല വിലയാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ നമ്മൾ കുനാഫൻ്റെ ഇതാണ് വരുന്നത്. അതാണിത് ചോക്ലേറ്റ് കുനാഫ ബാർ എന്ന് പറഞ്ഞ്. ഇതിപ്പോൾ ദുബായിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ചോക്ലേറ്റും കുറച്ച് പിസ്തയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് പിസ്ത ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്തതാട്ടോ. ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം നമ്മൾ പിസ്ത. അത് അങ്ങനെ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് കുനാഫൻ്റെ ഡോ വാങ്ങിയിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ബട്ടറിലൊന്ന് നമുക്കത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുനാഫൻ്റെ ഡോ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അതിങ്ങനെ ചെറുതാക്കി സേമിയ മുറിച്ചിടുന്ന മാതിരി മുറിച്ചിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറിലൊന്നിങ്ങനെ നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ വേണം കേട്ടോ. കുറച്ച് കുനാഫൻ്റെ ഡോ മതി നമുക്ക്. ഒരു 1/4 കപ്പോ 1/2 കപ്പോ മതി നമുക്കൊരു ബാർ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പിസ്ത സോസ് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, പിസ്ത ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് ആദ്യം പൊടിച്ചെടുക്കുക. പിന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ക്രീം പോലെ ആക്കിയെടുക്കുക വേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളതാ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുനാഫൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, ഈ ബ്രൗൺ നിറത്തിൽ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക ബട്ടറിൽ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചോക്ലേറ്റ് വേണം. ഞാനിപ്പോൾ 2 ഗാലക്സി ചോക്ലേറ്റ് ഇങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ടാക്കി എടുത്തതാണ്. അപ്പോൾ അതങ്ങനെ മെൽട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇതിൻ്റെ അടിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വേണം. അതിൽ നമ്മൾ കളർ ചെയ്തിട്ട് ഒന്ന് ഡിസൈൻ കൊടുക്കാണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഇത് നന്നായിട്ട് മെൽട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ വൈറ്റ് ചോക്ലേറ്റും വേണം. വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒന്ന് അതും ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കിയിട്ട് ഞാൻ 2 പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ഞാൻ ഗ്രീൻ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ ഞാൻ പിന്നെ യെല്ലോ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് മിക്സാക്കി വെക്കുക വൈറ്റ് ചോക്ലേറ്റിൽ. ഇനി നമുക്കിത് സെറ്റാക്കേണ്ടതാണ്, കാണേണ്ടത്. എളുപ്പം അത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കുന്നൊരു ഇതേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 2 കളറും മിക്സ് ആക്കിയിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ എടുത്തിട്ടുണ്ട്, ഗ്രീനും യെല്ലോ കേട്ടോ. ഇനി നമുക്കിത് പിന്നെ സെറ്റാക്കുന്ന പാത്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ബാറൊക്കെ ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്ക്വയർ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ്. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് ഞാൻ ആദ്യം നമ്മൾ ആ വൈറ്റ് ചോക്ലേറ്റ് ഒന്നിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഇങ്ങനെ നമുക്കറിയുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മഞ്ഞ വൈറ്റ് ചോക്ലേറ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗ്രീനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും ജസ്റ്റ് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാകാൻ, അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അതൊന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ആ ചോക്ലേറ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് ആ ചോക്ലേറ്റ് ബാറിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ നമ്മളൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് സെറ്റാകാൻ വെക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതാക്കുന്ന നമ്മളെ കുനാഫൻ്റെ ഡോ നമ്മൾ ആ പിസ്താൻ്റെ സോസ് ഉണ്ടാക്കിച്ചില്ലേ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇതങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ആ കുനാഫ നമ്മൾ വറുത്ത് വെച്ചത് ആ നമ്മളെ പിസ്തൻ്റെ ആ സോസിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഇതാക്കുന്ന നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റായത് എടുത്ത് ഞാനതിൻ്റെ മുകളിൽ നമ്മൾ ആ കുനാഫൻ്റെ ഇത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഞാൻ ബാക്കി ചോക്ലേറ്റ് ഉണ്ട് നമ്മൾ മെൽട്ടാക്കി വെച്ച ബാക്കി ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ചോക്ലേറ്റ് സെറ്റാകാൻ വെക്കണം. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് വീണ്ടും നമ്മൾ 1 മണിക്കൂർ സെറ്റാകാൻ വെച്ചാൽ നമ്മളെ ചോക്ലേറ്റ് ബാർ റെഡിയാവും. അടിപൊളിയാട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മൾ ആ വെക്കുന്നൊരു ടൈമേയുള്ളൂ. നമ്മളിങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ആദ്യം നമ്മൾ വൈറ്റ് ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് പിന്നെ വീണ്ടും നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ വെച്ചാവുന്ന സെറ്റാണ്. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ പിസ്തൻ്റെ ആ ഇതും കുനാഫൻ്റെ ഇതുകൊണ്ട് മിക്സ് ആക്കിയിട്ട് മുകളിൽ വെച്ച് അതിന് വീണ്ടും ചോക്ലേറ്റ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. പിന്നെ കട്ട് ചെയ്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബാറാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഗാലക്സിൻ്റെ ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.
ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എൻ്റെ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. ബൈ. അസ്സലാമു അലൈക്കും.